അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും ഓൺലൈൻ റേഡിയോ ശ്രോതാക്കൾക്കും KICR ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ന്യൂസ് ടൈമിൽ ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് മിസ്അബ് തിരൂർ. പ്രധാന വാർത്തകൾ: ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് സമാധാനപരമായി ശബ്ദമുയർത്തണം. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ദുബായ് SKSF സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സർഗലയം ഡിസംബർ 27-ന്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് വാർഷിക സമ്മേളന പരിപാടികൾക്ക് അന്തിമ രൂപമായി. വാർത്തകൾ വിശദമായി. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായി ശബ്ദമുയർത്തുകയാണ് വേണ്ടതെന്ന് പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി കോഴിക്കോട് ടൗൺഹാളിൽ സംഘടിപ്പിച്ച സെമിനാറും ശില്പശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായ രൂപത്തിലുള്ള ന്യൂനപക്ഷ സംരക്ഷണം ഇനിയും യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സംതൃപ്തി നിലനിർത്തിക്കൊണ്ട് മാത്രമേ മതേതരത്വ ജനാധിപത്യത്തിന്റെയും സംരക്ഷണം സാധ്യമാകൂ. ന്യൂനപക്ഷങ്ങൾ അതൃപ്തരായ രാജ്യങ്ങളിൽ അസ്വസ്ഥത നിലനിൽക്കുകയാണ്. പോരായ്മകൾ ഉണ്ടായിട്ടും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സമാധാനപരമായാണ് പ്രതിഷേധിക്കുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറും മാതൃകാ മുദരിസുമായിരുന്ന ഷെയ്ഖുന പൊന്മള ഫരീദ് മുസ്ലിയാരുടെ 5ാമത് ആണ്ട് നേർച്ചയും അനുസ്മരണ സമ്മേളനവും ഡിസംബർ 31-ന് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ മലപ്പുറം പൊന്മളയിൽ നടക്കും. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതരും സാദാത്യങ്ങളും സംബന്ധിക്കും. കൂട്ടസിയാറത്ത്, ഖത്ം ദുആ, മൗലിദ് പാരായണം, അനുസ്മരണം, അന്നദാനം തുടങ്ങിയ പരിപാടികളോടെ വിപുലമായി നടത്തപ്പെടുന്ന ഉറൂസിന് പാണക്കാട് ഇസ്മായിൽ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ യോഗം അന്തിമരൂപം നൽകി. യോഗത്തിൽ കോഡൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സൈനുദ്ദീൻ ബാക്കവി കൂരിയാട്, മുഹമ്മദ് അലി ബാക്കവി തുടങ്ങിയവർ സംബന്ധിച്ചു. അബ്ദുൽ അസീസ് മുസ്ലിയാർ പൂനൂർ സ്വാഗതവും ഹാരിസ് ബാക്കവി കമ്പളക്കാട് നന്ദിയും പറഞ്ഞു. SKSF ദുബായ് സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇസ്ലാമിക കലാസാഹിത്യ മത്സരം സർഗലയം 2013 ഡിസംബർ 27-ന് വെള്ളിയാഴ്ച ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ അരങ്ങേറും. കാലത്ത് 8 മണിക്ക് ഉദ്ഘാടന സമ്മേളനം, 10 മണി മുതൽ 6 മണി വരെ കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവ നടക്കും. തുടർന്ന് 7 മണിക്ക് നടക്കുന്ന സമാപന പൊതുസമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. സമാപന സമ്മേളനത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. ഖിറാഅത്ത്, മാപ്പിളപ്പാട്ട്, അറബി ഗാനം, വിവിധ ഭാഷാ പ്രസംഗങ്ങൾ, പോസ്റ്റർ ഡിസൈനിംഗ്, മലയാള പ്രബന്ധം, അനൗൺസ്മെന്റ്, സമൂഹഗാനം, ദഫ്മുട്ട് തുടങ്ങി 45-ൽ പരം ഇനങ്ങളിലായി ജൂനിയർ, സീനിയർ, ജനറൽ വിഭാഗങ്ങളിൽ ജില്ലാതല മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ 700-ൽ പരം മത്സരാർത്ഥികളാണ് 5 വേദികളിലായി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരക്കുന്നത്. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ഫൈദി, ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ ഹുദവി എന്നിവർ അറിയിച്ചു. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ 51ാം വാർഷിക 49ാം സന്നദ്ധാന സമ്മേളനത്തിന് അന്തിമ രൂപമായി. ജനുവരി 1, 2, 3, 4, 5 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ 20 സെഷനുകളിലായി 100ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ജനുവരി 1-ന് രാവിലെ 10 മണിക്ക് ജാമിഅ ജൂനിയർ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാലയോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുക. സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെ വേദനയും ദുരിതവും അനുഭവിക്കുന്ന അനാഥകളുടെയും അഗതികളുടെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിന്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് കയ്പമംഗലം യൂണിറ്റ് സിൽവർ ജൂബിലി സമാപന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനാഥ സംരക്ഷണ രംഗത്ത് MIC-യുടെ കഠിന പ്രയത്നം ഏവർക്കും മാതൃകാപരമാണെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. MIC കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി PA സെയ്ദ് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ഷെയ്ഖുന ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് മുഖ്യാതിഥിയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ പ്രസിഡന്റ് SMK തങ്ങൾ, RV സിദ്ദീഖ് മുസ്ലിയാർ, PMA ജംബാർ, ഓണംപള്ളി മുഹമ്മദ് ഫൈലി, ബഷീർ ഫൈദി ദേശമംഗലം, റാഫിയ അൻവരി എന്നിവർ പ്രസംഗിച്ചു. MIC കയ്പമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി KU ഉണ്ണി മുഹിയുദ്ദീൻ സ്വാഗതവും PS കുഞ്ഞമ്മദാജി നന്ദിയും പറഞ്ഞു.
ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ മനാമ പാകിസ്ഥാൻ ക്ലബ്ബിൽ വെച്ച് നടക്കും. ഇൻഡോ ബഹ്റൈൻ ബന്ധവും ദേശീയ ദിനാഘോഷത്തിന്റെ പ്രാധാന്യവും വിവരിക്കുന്ന സമസ്ത സന്ദേശവും ആനുകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രഭാഷണവും ഫ്ളാഗ് ഡിസ്പ്ലേ, ബാലറാലി എന്നിവ അടങ്ങുന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. ബഹ്റൈനിലെ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അറബി പ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടി ശ്രവിക്കാൻ സ്ത്രീകൾക്കും പ്രത്യേക സൌകര്യമൊരുക്കിയിട്ടുണ്ട്. വിവിധ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന സമസ്ത മദ്രസ വിദ്യാർത്ഥികൾ വൈകിട്ട് 4:30 പാകിസ്ഥാൻ ക്ലബ്ബിൽ എത്തിച്ചേരണമെന്ന് കോർഡിനേറ്റർ അറിയിച്ചു. SKSSF ആലിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃതങ്ങളുടെ സമുദ്ധാരണത്തിന് എന്ന പ്രമേയം ഉയർത്തി മേഖലാ സമ്മേളനം നടത്തി. തൂതയിൽ വെച്ച് നടന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷറഫുദ്ദീൻ തങ്ങൾ തൂത അധ്യക്ഷത വഹിച്ചു. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈദി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈദി പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. സെയ്തലബിക്കായ തങ്ങൾ സ്വാഗതവും ഷംസദ് സലീം പൂവത്താണി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ആരംഭം കുറിച്ച് നടത്തിയ മേഖലാ റാലിക്ക് ഷമീർ ഫൈദി ഒടമല, ഹബീബുള്ള തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. SKSSF ആലിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഹൃതങ്ങളുടെ സമുദ്ധാരണത്തിന് എന്ന പ്രമേയം ഉയർത്തി മേഖലാ സമ്മേളനം നടത്തി. തൂതയിൽ വെച്ച് നടന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷറഫുദ്ദീൻ തങ്ങൾ തൂത അധ്യക്ഷത വഹിച്ചു. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈദി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈദി പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. സെയ്തലബിക്കായ തങ്ങൾ സ്വാഗതവും ഷംസദ് സലീം പൂവത്താണി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ആരംഭം കുറിച്ച് നടത്തിയ മേഖലാ റാലിക്ക് ഷമീർ ഫൈദി ഒടമല, ഹബീബുള്ള തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൈതൃകത്തിന്റെ 15ാം നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി 2014 ഫെബ്രുവരി 14, 15, 16 തീയതികളിൽ കാസർകോട് ചെർക്കള വാദി ത്വയ്ബയിൽ വെച്ച് നടക്കുന്ന SYS 60ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി SKSSF കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 60ദിന പരിപാടിയുടെ പ്രചരണോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമിയുടെ അധ്യക്ഷതയിൽ സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി റഷീദ് വെളിഞ്ചം സ്വാഗതം പറഞ്ഞു. പ്രചരണത്തിന്റെ ഭാഗമായി 60ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനങ്ങൾ തെക്കൻ മേഖലയിൽ കാഞ്ഞങ്ങാടും, മധ്യമേഖലയിൽ കാസർകോടും, ഉത്തരമേഖലയിൽ ചെർക്കളയിലും, വടക്കൻ മേഖലയിൽ ബന്ദിയോടും നടക്കും. സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മരക്കാർ ഹാജി അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, KKS തങ്ങൾ വെട്ടിച്ചിറ, ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി കൂരിയാട്, MP മുസ്തഫൽ ഫൈലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിന്റെ 2014-15 വർഷത്തേക്കുള്ള ജവഹർലാൽ നെഹ്റു ഡോക്ടറൽ ഫെലോഷിപ്പിന് കോഴിക്കോട് മടവൂർ സ്വദേശിയായ അൽബൈദ് വാഫി അർഹനായി. കേരള സർവകലാശാല ഭാഷാശാസ്ത്ര വിഭാഗത്തിൽ ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നതിലെ ഭാഷയും ഡിസ്കോഴ്സും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷാനവാസിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന ഗവേഷണത്തിനാണ് ഫെലോഷിപ്പ്. വളാഞ്ചേരി മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയയിൽ നിന്ന് വാഫി കോഴ്സും തിരൂരങ്ങാടി PSMO കോളേജിൽ നിന്ന് MA ഇംഗ്ലീഷും പൂർത്തിയാക്കിയ ശേഷമാണ് കേരള സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിയാകുന്നത്. ഇന്ത്യയിൽ നിന്ന് 21 ഗവേഷകരും 6 വിദേശ വിദ്യാർത്ഥികളുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വളാഞ്ചേരി മർക്കസ് തർബിയത്തിൽ ഇസ്ലാമിയയുടെ UAEയിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സ്ഥാപന ബന്ധുക്കളുടെയും സംഗമവും ഹ്രസ്വ സന്ദർശനാർത്ഥം UAEയിലെത്തുന്ന വളാഞ്ചേരി മർക്കസ് പ്രിൻസിപ്പാളും കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് കോർഡിനേറ്ററുമായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരിക്ക് സ്വീകരണവും സംഘടിപ്പിക്കുന്നു. നാളെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ദേര ദുബായ് ക്ലോക്ക് ടവറിന് സമീപമുള്ള അൽ നജഫ് ഹോട്ടലിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഇനി സൗദി അറേബ്യയിൽ നിന്നുള്ള വാർത്തകളുമായി മസ്നവി ഉസ്മാൻ എടത്തിൽ സാഹിബ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനോടൊപ്പം ചേരുന്നു. അവധിക്ക് നാട്ടിൽ പോകുന്ന വിദേശികളുടെ എക്സിറ്റ് റീ എൻട്രി വിസ കോപ്പിയിൽ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം സീൽ പതിപ്പിക്കുന്ന രീതി നിർത്തലാക്കി. എക്സിറ്റിൽ പോകുന്നവരുടെ പാസ്പോർട്ടിൽ മാത്രമാണ് ഇമിഗ്രേഷൻ അധികൃതർ ഇപ്പോൾ സീൽ പതിക്കുന്നത്.
എക്സിറ്റ് റീ എൻട്രിയുടെ പ്രിന്റ് ഔട്ട് കൈവശമുണ്ടായാലും അതിൽ ഇപ്പോൾ സീൽ പതിക്കുന്നില്ല. നേരത്തെ പാസ്പോർട്ടിലും എക്സിറ്റ് റീ എൻട്രി വിസയുടെ കോപ്പിയിലും സീൽ പതിച്ചിരുന്നു. ഈ ഗവേണൻസിന്റെ ഭാഗമായി റീ എൻട്രി വിസ ഓൺലൈൻ വഴിയാക്കിയതോടെയാണ് ഈ സംവിധാനം. സെപ്റ്റംബർ മുതൽ ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിലും തിരിച്ചു വരുമ്പോൾ വിദേശ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എക്സിറ്റ് റീ എൻട്രി വിസയുടെ കോപ്പിയിലും എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സീൽ പതിച്ചു നൽകിയിരുന്നെങ്കിലും ക്രമേണ ഇത് പൂർണ്ണമായും നിർത്തലാക്കുകയായിരുന്നു. നാട്ടിലേക്ക് മടങ്ങുന്നവർ സീൽ പതിക്കാത്തതിന്റെ പേരിൽ ആശങ്കപ്പെടേണ്ടതില്ല. പാസ്പോർട്ട് eVisa.com വെബ്സൈറ്റിൽ അറബിയിലും ഇംഗ്ലീഷിലും എക്സിറ്റ് റീ എൻട്രി വിസയുടെ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാണെന്നതിനാലാണ് പ്രിന്റ് ഔട്ട് കോപ്പിയിൽ സീൽ പതിക്കാത്തത്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ആർക്കും ഈ വെബ്സൈറ്റിൽ കയറിയാൽ വിസയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭിക്കും. പാസ്പോർട്ട് നമ്പറോ പേരോ ഇഖാമ നമ്പറോ ജനനതീയതിയോ ഇതിൽ ഏതെങ്കിലും 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് സൈറ്റിൽ എൻ്റർ ചെയ്താൽ മുഴുവൻ വിവരങ്ങളും ലഭ്യമാകും. ഈ സൗകര്യം നിലവിൽ വന്നതോടെ എക്സിറ്റ് റീ എൻട്രിയുടെ കോപ്പി പാസ്പോർട്ടിനൊപ്പം സൂക്ഷ്മമായി കൊണ്ടു നടക്കേണ്ട ബുദ്ധിമുട്ട് ഒഴിവായി എന്ന സൗകര്യമുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ വിദേശ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്രാ അനുമതി ലഭിക്കണമെങ്കിൽ എക്സിറ്റ് റീ എൻട്രി വിസയുടെ കോപ്പി കയ്യിൽ കരുതേണ്ടി വരും. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെന്നതിനാൽ അധികൃതർക്ക് സംശയം തോന്നിയാൽ വളരെ പെട്ടെന്ന് ഈ വെബ്സൈറ്റിൽ പോയി വിവരങ്ങൾ കണ്ടെത്താനാവും. നന്ദി മസ്നവി ഉസ്മാൻ എടത്തിൽ സാഹിബ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് സമാധാനപരമായി ശബ്ദമുയർത്തണം. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ദുബായ് SKSSF സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സർഗലയം ഡിസംബർ 27-ന്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് വാർഷിക സമ്മേളന പരിപാടികൾക്ക് അന്തിമരൂപമായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.